ഹായ്, വെൽക്കം ടു ട്രാവൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. പ്രകൃതി ഭംഗി ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ട്രിവാൻഡ്രത്തെ കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. ഏകദേശം 40 ഏക്കറോളം അവരിത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സ്ഥലത്താണ്. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോൺസായി ഗാർഡനിലാണ്. ഈ ബോൺസായി ഗാർഡൻ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഓരോ ചെറിയ ചെറിയ പോട്ടിലായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അത് നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന ചെടികളില്ലേ, വലിയ ചെടികളല്ല, വലിയ വലിയ മരങ്ങളില്ലേ, ആ മരങ്ങളെല്ലാം ഇവർ കൊണ്ടുവന്നത് ചെറിയൊരു പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുള്ളും. അത് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എത്ര മനോഹരമായിട്ടാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും ഭംഗിയായിട്ട് അവർ ചെയ്തിരിക്കുന്നുണ്ട്. ചെറിയ ചെറിയ പോട്ടിലും അതുപോലെ തന്നെ അവരുടെ സ്റ്റോൺ വർക്ക് എടുത്ത് പറയേണ്ടതാണ്. ഈ ചുടുകട്ട കൊണ്ട് സെറ്റ് ചെയ്തേക്കുന്നതാണ്. കൂടാണ്ട് നമ്മുടെ ഈ ഉരുടൻ കല്ലൊക്കെ വെച്ചിട്ട് ആ പോട്ടിനകത്ത് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചെടികളൊക്കെ കണ്ടില്ല, നല്ല ഭംഗിയാണ്. ഏകദേശം 10-40 വർഷം, 40 അതിൽ കൂടുതലും വർഷം പഴക്കമുള്ള ചെടികളാണ്. അതുപോലെ ഇപ്പോൾ കാണുന്ന നമ്മുടെ ബൊഗൈൻ വില്ലാസാണ്. അതും അവർ നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബൊഗൈൻ വില്ല പൂക്കുന്ന സീസണും കൂടെയാണ്. ഭയങ്കര ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഒരു പ്രത്യേക ഭംഗിയിൽ തന്നെ അവരിത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിപ്പോൾ എനിക്ക് എത്രമാത്രം അറിയിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നിങ്ങളിവിടെ ഡയറക്റ്റായിട്ട് വന്ന് നിങ്ങൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ മാത്രമേ നിങ്ങൾക്കത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും മനോഹരമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മരമാണ് കേട്ടോ ഇത് ഇപ്പോൾ കണ്ടത്. ഈ പ്ലേസ് നമുക്ക് എന്തായാലും നമ്മൾ നടന്നു വരുമ്പോൾ ഇരുന്ന് ആസ്വദിക്കാൻ കണക്കിന് തന്നെ അവർ പ്ലേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് നമുക്ക് ആ ഒരു ഓവർവ്യൂ കാണാൻ പറ്റും. അതും നല്ലൊരു തണലിന് വേണ്ടിയിട്ട് അവരൊരു മരമൊക്കെ മേളിലൊരു വള്ളിച്ചെടിയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു പുരാതനമായ ഒരു സ്ഥലം അങ്ങനെയൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. കൈവരിയൊക്കെ കെട്ടി നല്ല ഭംഗിയായിട്ട് അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഓരോ മരത്തിൻ്റെ ചുവട്ടിലും ഇത് അവിടുത്തെ ഒരു ഓവർവ്യൂ ആണ് കേട്ടോ. ആ കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഓവർവ്യൂ ആണ്. ഇത്രയും 40 ഏക്കറിലാണ് കേട്ടോ അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഓരോ മരത്തിൻ്റെയും ചുവട്ടിലും അവർ ലേബൽ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മരത്തിൻ്റെ പേരെന്താണെന്നുള്ളതും അതിൻ്റെ ബയോളജിക്കൽ നെയിം ബൊട്ടാണിക്കൽ നെയിം എന്താണെന്നുള്ളതും ഏത് വർഷത്തിലാണ് പ്ലാന്റ് നട്ടേക്കുന്നതിലൊക്കെ ഉള്ള ഡീറ്റെയിൽസ് അവർ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ഓരോ പ്ലാന്റിലും അവരത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ സാധാരണ കാണുന്ന എല്ലാ മരങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് പറങ്കിമാവാണ്, കശുമാവ് അതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പുളി, അശോക് തെറ്റി, പിന്നെ എനിക്കറിയില്ല, ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. എനിക്കറിയാമെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തന്നു. പിന്നെ മാവ്, അങ്ങനെ കുറച്ച് ടൈപ്പിൽ അവർ ചെയ്തിട്ടുണ്ട്. കണിക്കൊന്ന ഒരു സ്പെഷ്യലായിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. കണിക്കൊന്ന ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു അങ്കിൾ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും അത് റിപ്പോർട്ടിങ്ങോ എന്തോ കാര്യമുള്ള അങ്കിളുടെ ഇരിക്കുന്ന നല്ല ഭംഗിയുള്ള പ്ലാന്റല്ലേ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഷൂസൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഷൂസൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ വരെ ചെടി നട്ടേക്കുവാണ്. നമ്മുടെ പാഴ്വസ്തുക്കളെന്ന് പലതും അവർ സെറ്റ് ചെയ്ത് ചെടികളാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നടന്നു പോകുമ്പോൾ ഈ അറേഞ്ച്മെൻറ്റാണ് പറയാണ്ടിരിക്കുന്നത്. 2 സൈഡിലും ഈ പുല്ല് നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് അവർ. അതും ഈ ഒരു വെയിലത്ത് ഇത്രയും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് വല്ലാത്തൊരു പാട് തന്നെയാണ്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ വീട്ടിലൊരു ചെടി നട്ട് കഴിഞ്ഞാൽ രാവിലെ വെള്ളം ഒഴിച്ച് വൈകിട്ടും വെള്ളം ഒഴിച്ചില്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം പറയണ്ട, വാടിപ്പോക്കും. അങ്ങനെ ഒരു ഇതിലാണ് അവർ ഇത്രയും പ്ലാന്റ്സിനെ അവർ കെയർ ചെയ്യുന്നത്. എവിടെ നോക്കിയാലും പച്ചപ്പാണ് കേട്ടോ. ഈ ഒരു പ്ലേസിൽ എവിടെ നോക്കിയാലും പച്ചപ്പാണ്. ഞാൻ വേറെ എങ്ങനെ ഒരു പ്ലേസ് കണ്ടിട്ടില്ല. എനിക്ക് പോയതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലേസാണിത്, ബൊട്ടാണിക്കൽ ഗാർഡൻ. അതുമാത്രമല്ല ഇവിടെ ഫ്ലവേഴ്സ് ഇപ്പോഴത്തെ സീസണിൽ എന്തായാലും ഫ്ലവേഴ്സുള്ള സീസണാണ്. ആ ഒരു ഫ്ലവേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റും അതിനിടയിൽ ആ ബോൺസായി പ്ലാന്റ്സും ഒക്കെ വളരെ മനോഹരമായിട്ട് തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കിത് കാണുമ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. ഇത് ഇവിടെ ഒരു പ്ലാന്റ് നിൽപ്പുണ്ട്, ഭയങ്കര ഭംഗിയാട്ടോ അത് കാണാൻ. ഇപ്പോൾ നമ്മൾ പോകുന്നത്, നമ്മൾ എന്തായാലും എന്നോരോ നടന്നൊക്കെ വരുമ്പോൾ ക്ഷീണിക്കും. നമുക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തേക്കുന്നത് കേട്ടോ. ഇതിനകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തിരിക്കുമ്പോൾ ഒരു വല്ലാത്ത ഫീൽ തന്നെയാണ് കേട്ടോ. ഭയങ്കര തണുപ്പാണ്, ഭയങ്കര കൂളിംഗ് എഫക്റ്റാണ്.
ഇതിനകത്ത് അവർ ആർട്ട് വർക്കും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കതൊക്കെ ആസ്വദിച്ച് തന്നെ ഇവിടെ ഇരിക്കാൻ പറ്റും. പിന്നെ ഓടും സിമെൻറ്റും ഒക്കെ കൊണ്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര തണുപ്പാണ് ഇതിനകത്ത്. നമുക്കിവിടെ ഇരുന്നിട്ട് നമുക്ക് ഇറങ്ങി പോകാൻ തോന്നത്തില്ല. അത്രയും വെയിലത്ത് വന്നിട്ട് ഇതിനകത്ത് ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുക. കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ഇതൊക്കെ കണ്ടോ, നമ്മുടെ സാധാ കാണുന്ന മരം എങ്ങനെയാണോ അതുപോലെ തന്നെ അവർ പോട്ടിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവൾ ഈ വലത് സൈഡിലും ഇടത് സൈഡിലും ഫുൾ അവർ അറേഞ്ച് ചെയ്തേക്കുവാണ്. ഇതിൻ്റെയൊക്കെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞാൻ പേരൊക്കെ വെച്ചിട്ട് ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം കേട്ടോ. ഇതിനെങ്കിൽ സൈഡിലും ചെറിയ ഒരു കപ്പ് ബോൾ എന്തോ ചെയ്തിട്ട് അവർ അതിനകത്തും പ്ലാന്റ്സ് തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ബോൺസായി തന്നെയാണ്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഭയങ്കര ഭംഗിയാട്ടോ ഇതിപ്പോൾ. നമ്മൾ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്ലേസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് പോകാൻ പോലും തോന്നില്ല. അത്ര അതിമനോഹരം എന്ന് തന്നെ പറയാം. പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് വരാൻ പറ്റിയൊരു പ്ലേസാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്ലാന്റ്സ് നിങ്ങൾക്ക് മേടിക്കാനും പറ്റും. പിന്നെ ഉള്ളത്, നമുക്കിവിടെ കയറുന്നതിന് ടിക്കറ്റ് ഉണ്ട്. 20 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റും. എന്നിട്ട് നമ്മുടെ പ്ലാന്റ്സ് നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് എത്ര ടൈമാണ് ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. എന്തായാലും നമ്മുടെ മൈൻഡൊക്കെ ഫ്രീ ആക്കാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ ഇത്. എത്ര പ്രഷറുണ്ട്, എത്ര വർക്ക് പ്രഷറോ കാര്യങ്ങളോ ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ മൈൻഡ് എത്രയോ ഫ്രീ അല്ലാത്ത ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡൊക്കെ റിലാക്സ് ആവുന്നൊരു പ്ലേസാണ് കേട്ടോ. നിങ്ങൾക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല. അത്രയും മനോഹരമായിട്ടൊരു പ്ലേസാണിത്. അവിടെ നിങ്ങൾക്ക് ഓരോ സ്പോട്ടിലും നിന്നിട്ട് ഇവിടെ നമ്മുടെ ഒരു ഹൈ റേഞ്ച് പോലെ എന്നൊക്കെ പറയാൻ പറ്റും. ഒരു മിനി ഹൈ റേഞ്ച് അങ്ങനെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. മേളിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുന്നത് പോലാണ് അവരൊരു ഗോപുരം പോലെ സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് താഴെ നിൽക്കുമ്പോൾ അറിയാൻ പറ്റും. ഓരോ പടിക്കെട്ട് പോലെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെയൊക്കെ ഓരോ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതൊക്കെ ഓരോ മരങ്ങളാണ്. നല്ല ഭംഗിയാണ്. ഓരോ ചെറിയ പോട്ട്സിലും നമ്മൾ അടീനിയൊക്കെ സെറ്റ് ചെയ്തില്ല, അതുമാതിരി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇത്രയും അതിശയമാണ്. എങ്ങനെയാണ് ഈ ഒരു പോട്ടിൽ സർവൈവ് ചെയ്യുന്നതെന്നുള്ളതൊരു അതിശയം തന്നെയാണ് കേട്ടോ. അത്രയും പച്ചപ്പാട്ട് നിൽക്കുന്നു. നമ്മൾ തന്നെ ഒരു ചെടിച്ചട്ടിയിലൊരു വലിയ പ്ലാന്റ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വെള്ളം കിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വാടിപ്പോവും. മണ്ണിൻ്റെ കുറവ് വന്നു കഴിഞ്ഞാലും അല്ലാന്നുണ്ടെങ്കിൽ വളവും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലാന്റ് ആ ഒരു ഇത് കാണിക്കും. പക്ഷേ ഇവിടുത്തെ പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിശയം തോന്നിപ്പോൾ. അത്രയും മനോഹരമായിട്ട് നമ്മുടെയൊക്കെ ഈ ആർട്ടൊക്കെ വരയ്ക്കുന്നവർ വരയ്ക്കത്തില്ലേ, അമ്മാതിരിയാണ് ആ പ്ലാന്റ്സിൻ്റെയൊക്കെ ഒരു ലീഫും കാര്യങ്ങളൊക്കെ. ഇതുണ്ടോ, ഭയങ്കര ഭംഗിയാട്ടോ. ഇതിൽ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. റെഡ് കളർ ലീഫ്, അരയാലോ ആലാണോ എന്ന് തോന്നുന്നു. അതിൻ്റെ 2 പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഞാനിനി ഇതിൻ്റെ ബാക്കി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. റോസ് ഗാർഡൻ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്. വാട്ടർ പ്ലാന്റ്സിൻ്റെ കളക്ഷൻസൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക.